ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീട്ടിലെങ്ങനെ നന്നാരി സിറപ്പ് ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഇന്ന് ഞാനല്ല ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ഇന്ന് ഉപ്പാടെ കുക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നന്നാരിയുടെ വേര്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സിറപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് നമുക്ക് കഷ്ണങ്ങളായിട്ട് വാങ്ങാൻ കിട്ടും. ഇതും ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഇങ്ങനെ വേരായിട്ട് തന്നെ വാങ്ങാനായിട്ട് നോക്കുക. അതാകുമ്പോൾ നമുക്ക് നല്ല ഫ്ലേവറും സ്മെല്ലും ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇത് 2 കെട്ട് നന്നാരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു 300 ഗ്രാമോളം ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ആദ്യം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം വെള്ളത്തിൽ കുറച്ചധികം സമയം തന്നെ കുതിർത്തി വെക്കണം. ഞാനിപ്പോൾ ഇത് ഒരു രാത്രി മുഴുവന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ പുറത്ത് കാണുന്ന ഈ തൊലി ഒന്ന് കളയണം. നിങ്ങൾക്ക് കൈകൊണ്ട് അടർത്തിയെടുക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചുരണ്ടിയെടുക്കുക. അപ്പോൾ എല്ലാ വേരും ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുക. ഇപ്പോൾ തൊലി എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചതക്കാനൊക്കെ എടുക്കുന്ന കല്ല് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വേരും ഈ പുറത്ത് കാണുന്ന ഈ തൊലി ഉണ്ടല്ലോ, അതും നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് ചതച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഈ വേര് ആവശ്യമില്ല, അതിൻ്റെ പുറത്ത് കാണുന്ന ഈ ഭാഗമാണ് നമ്മൾ നന്നാരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിത് വെള്ളത്തിൽ കുതിർത്തി കുറച്ചധികം നേരം വെച്ചിട്ടുള്ള കാരണം നമുക്കിത് പെട്ടെന്ന് തന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളത്തിലാക്കി വെക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇതിൻ്റെ പുറത്തുള്ള ഈ ഭാഗം വെച്ചിട്ടാണ് നമ്മളിനി ചെയ്യുന്നത്. ഈ കാണുന്ന വേര് നമ്മളിനി ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിനി പഞ്ചസാര ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ 3 കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 300 ഗ്രാം നന്നാരിയായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 3 കിലോ പഞ്ചസാരയാണ് വേണ്ടത്. നിങ്ങൾ കുറച്ചൊരു ക്വാണ്ടിറ്റി വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 100 ഗ്രാം നന്നാരിയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 കിലോ പഞ്ചസാര എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലേക്കൊരു മുട്ടയുടെ വെള്ള ചേർക്കണം. അതിൽ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞങ്ങൾക്ക് നേരിട്ട് മുട്ടയുടെ വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി പഞ്ചസാര നല്ലതുപോലെ ഒന്ന് ഉരുകി വരണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോകും. ഇത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു നന്നാരിയുടെ നല്ലൊരു കളറ് കിട്ടുള്ളൂ. ഈ നന്നാരി നമ്മളൊരു കിഴിയായിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നന്നാരി ഇതുപോലൊരു വൃത്തിയുള്ള തുണിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കിഴി കെട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ നന്നാരി കിഴി ഇവിടെ ആയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര ഒരുവിധം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ഉരുകിയതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുവരെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറും മാറും. അതുപോലെ നമ്മുടെ സിറപ്പിന് ഒരു കയ്പ്പ് രസം വരും. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അളന്നെടുത്ത് വെച്ചിട്ടുള്ളതാണ്. 1 കിലോ പഞ്ചസാരയാണെങ്കിൽ അതിലേക്ക് 1.5 ലിറ്റർ വെള്ളം എന്നുള്ള അളവിലാണ് നമുക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കിലോ പഞ്ചസാര എടുത്തിട്ടുള്ള കാരണം 4.5 ലിറ്റർ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര ഒന്നാകെ കട്ട പിടിക്കും. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ വെള്ളം ചൂടാവുന്നതോട് കൂടിയിട്ട് ഇത് താനെ അങ്ങനെ പഞ്ചസാര ഉരുകിക്കോളും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അരിഞ്ഞ് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയിലുള്ള അഴുക്കെല്ലാം കളയാനായിട്ടാണ് നമ്മളിപ്പോൾ മുട്ടയുടെ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ പത വരാനായിട്ട് തുടങ്ങും. നമ്മുടെ ഈ പഞ്ചസാരയിലുള്ള അഴുക്കെല്ലാം മുകളിലോട്ട് പതഞ്ഞ് പൊന്തി വരുന്നതാണിത്. ഈ പത നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ചിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ പത മുഴുവനായിട്ട് നമുക്കിതിൽ നിന്ന് അരിച്ചെടുക്കണം. എന്നാലേ ഇതിൽ നിന്ന് അഴുക്കെല്ലാം പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വരുള്ളൂ.
അതിനുശേഷം നമ്മളിതിലോട്ട് നന്നാരിയുടെ കിഴി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നന്നാരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കിഴിയായിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതതിൽ കിടന്നിട്ട് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി നന്നായിട്ടൊന്ന് വറ്റി വരണം. നമ്മളിതിലോട്ട് അളന്ന് ചേർത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ നന്നാരി ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ അളവൊന്നും എടുക്കുകയാണെങ്കിൽ ആ അളവിലോട്ട് ഇപ്പോൾ ഉള്ള നന്നാരി വറ്റുന്നതാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ സിറപ്പിൻ്റെ ആ ഒരു തിക്നെസ്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി വെള്ളത്തിൻ്റെ അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തിക്നെസ്സിലും കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതിനേക്കാളും കുറയാതെ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ നന്നാരി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലുള്ള കിഴി മാറ്റിയിട്ട് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലോട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മളിതിലിട്ടുണ്ടായിരുന്ന നന്നാരിയുടെ കിഴി ഞാനൊന്ന് തുറന്ന് കാണിക്കാം. ഈ നന്നാരിയിലുണ്ടായിരുന്ന എല്ലാ സത്തും അതിലോട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇതാ ചണ്ടി പോലെ ആയിട്ടുണ്ട്. അങ്ങനെ നന്നാരി സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ച് നോക്കാം. ഇതാ നല്ല കളറായി വന്നിട്ടുണ്ട്, അതുപോലെ തിക്നെസ്സും ഉണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള നന്നാരി സിറപ്പ് ഉപയോഗിച്ചിട്ട് 2 രീതിയിൽ സർബത്ത് ഉണ്ടാക്കുന്നത് കൂടെ ഒന്ന് നമുക്ക് നോക്കാം. നന്നാരി സർബത്ത് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് നമ്മൾ കുറച്ച് നന്നാരി ആദ്യം ഒഴിച്ചു കൊടുക്കും. ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഒഴിച്ചാൽ മതി, അപ്പോൾ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇനി ഇതിലോട്ട് ഒരു പകുതി ചെറുനാരങ്ങ, പകുതി വേണമെന്നല്ല, പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലോട്ട് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നന്നാരി സിറപ്പ് വെച്ചിട്ട് നന്നാരി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നാരി പാൽ സർബത്ത് ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് കസ്കസ് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കാം. ഇനി ഒരു ഗ്ലാസ് എടുത്ത് അതിലോട്ട് കുറച്ച് നന്നാരി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ് ഒരു ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇനി മിക്സ് ചെയ്തെടുക്കാം. ഇത് തന്നെ നമുക്ക് മിക്സിയിൽ കട്ടപ്പാലും നന്നാരിയും കൂടെ ചേർത്ത് അടിച്ചെടുത്താലും മതിയാവും. അങ്ങനെ നന്നാരി പാൽ സർബത്തും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ നന്നാരി സിറപ്പ് ഉണ്ടാക്കി അത് വെച്ച് സർബത്ത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീണ്ടും ഒരു നല്ല റെസിപ്പിയായി കാണാം. അതുവരെ ബൈ. താങ്ക് യു.